ജന്മം കൊണ്ട് അരുൺ സാം. ചേട്ടന്റെ അമ്മയാണെങ്കിലും ശബ്ദം കൊണ്ട് ഇപ്പൊ എന്റെ അമ്മയാണ്. അപ്പൊ ഇവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, Okay. ചേട്ടാ ഞാൻ ചേട്ടൻ അമ്മയുടെ ശബ്ദം അനുകരിക്കും, ആ. എനിക്കൊരു ആഗ്രഹമുണ്ട്, ആ. ഞാൻ ഇത് സ്റ്റേജിലൊന്നും ചെയ്തിട്ടില്ല, ആ. ആദ്യം തന്നെ ചേട്ടൻ്റെ അമ്മയുടെ മുമ്പിൽ എനിക്കിത് അവതരിപ്പിക്കണം. ആ. അങ്ങനെ ഇവനെ കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി. ആ. വീട്ടിൽ കൊണ്ടത് ഇവൻ അമ്മയുടെ ശബ്ദം അനുകരിച്ച്. ആ. അമ്മ ഇങ്ങനെ കുറച്ചു നേരം ഇവനെ ഇങ്ങനെ നോക്കിയിട്ട്, കൊള്ളാടാ, യവനെ ഇനി ഡബിങ്ങിന് കൊണ്ടുപോകുമെന്ന്, എന്റെ ശബ്ദം ഇവൻ കൊടുത്തോളൂ എന്ന്. അത്രയുള്ള അമ്മ. അത് കൊള്ളാം. അപ്പൊ നമുക്ക് എന്തായാലും ആ ശബ്ദം തന്നെ ആദ്യം ഒന്ന് കേൾക്കാം അരുണിന്റെ അടുത്തുനിന്ന്. അമ്മയ്ക്ക് അവാർഡ് കിട്ടിയ ഹവൾ ഡയറി എന്ന് പറഞ്ഞ ഹവൾ ഡയറി. സിനിമയിലായിരുന്നു. ആ. അയ്യോ, മോൾ എന്നെ കാണാൻ വേണ്ടി മാത്രം വന്നതാണ്. എന്നെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ലാത്ത ഒരാള് എന്നെ കാണാൻ വരുന്നത് ഇതാദ്യമായിട്ടാ. പറയാനാണേലും പെൻഷന്റെ പാതി വായിക്കാൻ വരുന്ന മരുമോളേ ഉള്ളു കേട്ടാ. ഇടയ്ക്കൊക്കെ ഇതുപോലൊന്ന് വരാമെങ്കിൽ വല്ലപ്പോഴും മതി, വേറൊന്നിനുമല്ല. വല്ലപ്പോഴെങ്കിലും ആരെങ്കിലൊക്കെ ഉണ്ടെന്നുള്ളൊരു തോന്നൽ വേണം മോളെ മനുഷ്യന്മാർക്ക്. എല്ലാ ദിവസവും നമ്മൾ തമ്മി കാണുമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പേര് പോലും ചോദിച്ചിട്ടില്ല. ഒരു ദിവസം കണ്ടില്ലെങ്കിൽ കണ്ടില്ല, അത്രേ ഉള്ളൂ. പക്ഷേങ്കിൽ ഇപ്പം എങ്ങനെയുണ്ട് എന്ന് ചോദിക്കാനാണേലും മോളെനിക്ക് വേണ്ടി മാറ്റിവെച്ച ഈ സമയമുണ്ടല്ലോ, ഇനി എനിക്ക് എൻ്റെ ജീവനുള്ളിടത്തോളം കാലം ഓർത്തിരിക്കാനുള്ളതാ മക്കളെ. ആ, ബ്രില്യൻ്റ് ആയിരുന്നു. അപ്പോൾ അമ്മ അഭിനയിച്ച ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന സിനിമയാണ് ആദ്യമായിട്ട് ഞാൻ അമ്മയുടെ ശബ്ദം പഠിക്കുന്നത്. ഓക്കെ. അപ്പോൾ ആ ശബ്ദം ഒന്നരികരിക്കാം. എല്ലായിടത്തും ഉണ്ടറങ്ങായി തന്നൊന്ന് കവടിയാർ കൊട്ടാരോ അല്ലേ. പിന്നെ ഇവന്റെ തന്ത പണ്ട് കറണ്ട് ഓഫീസിൽ ലയന്മാനായിരുന്നു. ജീവിക്കാൻ അറിഞ്ഞൂടാത്തൊരു മനുഷ്യൻ. ജയന്റെ സുകുമാരന്റെ യാത് പടം വന്നാലും എന്നെ മോളെ വലിച്ചെടുത്തോണ്ട് പോകും. അങ്ങനെ പണ്ട് ജയന്റെ അങ്ങാടി എന്ന് പറഞ്ഞൊരു സിനിമ പടം ഇറങ്ങിയപ്പം ഇവനെ വയറ്റിലിട്ടോണ്ടാണ് ഞാൻ പോയത്. അതിൽ ജയന്റെ ഒരു ഇംഗ്ലീഷ് ഡയലോഗ് ഉണ്ട്, വി ആർ കൂലീസ് ബെർഗേഴ്സ്. തിയേറ്ററിൽ ജനം ഇളകി മറിഞ്ഞു മക്കളെ. എനിക്കാണെങ്കിൽ എൻ്റെ കാലിൻ്റെ പെരുവിരലിൽ നിന്നൊരു രോമാഞ്ചം ഇങ്ങോട്ട് വന്ന്. അത് അടിവയറ്റി വന്നപ്പോഴാണ് കാര്യം മനസ്സിലായത്. രോമാഞ്ചം അല്ലായിരുന്നു, പേറ്റുതോവായിരുന്നു. പിന്നെ അങ്ങനെ എന്നെ മോളെ എടുത്തോണ്ട് ഓടിയ ഓട്ടം. ആശുപത്രി ചെന്ന് കയറിയതും പെറ്റതും ഒരുമിച്ച്. അപ്പം തന്നെ പേര് വിട്ട് ജയനെന്ന്. താങ്ക് യു.